ശരി, സ്പെയിനിലെ ഏതാണ്ട് 800 വർഷത്തെ ഇസ്ലാമിക ചരിത്രത്തിന്റെ കഥയിലേക്ക് നമുക്ക് കടക്കാം. ഇതിന്റെയൊക്കെ തുടക്കം ഒരൊറ്റ വർഷത്തിലാണ്, 711. അന്ന് ഒരു മുസ്ലിം സൈന്യം വടക്കേ ആഫ്രിക്കയിൽ നിന്ന് കടൽ കടന്ന് ഇന്നത്തെ സ്പെയിനിന്റെ തീരത്ത് വന്നിറങ്ങി. അവരന്ന് ഭരിച്ചിരുന്ന വിസിഗോത്ത് രാജാവിനെ തോൽപ്പിച്ചു. എന്നിട്ട് ആ പ്രദേശം മുഴുവൻ പെട്ടെന്ന് തന്നെ കീഴടക്കി. അങ്ങനെ കീഴടക്കിയ ആ പുതിയ നാടിന് ചരിത്രത്തിൽ എന്നും ഓർക്കുന്ന ഒരു പേര് കിട്ടി: അൽ അന്തലുസ്. ഇവരുടെ ഈ വരവു മുതൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. ഈ ടൈം ലൈൻ എല്ലാം വ്യക്തമാക്കും. കുറച്ചുകാലത്തേക്ക് പല മതവിശ്വാസികളും ഒന്നിച്ചു ജീവിച്ച ഒരു പ്രത്യേക സമൂഹം അവിടെയുണ്ടായി. അത് വലിയ പുരോഗതിക്ക് കാരണമായി. ഇതായിരുന്നു അൽ അന്തലുസിന്റെ സുവർണകാലം. ശാസ്ത്രം, സംസ്കാരം, നഗരാസൂത്രണം എല്ലാത്തിലും വലിയ മുന്നേറ്റങ്ങളുണ്ടായി. പക്ഷേ വടക്ക് ഭാഗത്ത് നിന്ന് ഒരു മാറ്റം വരുന്നുണ്ടായിരുന്നു. അപ്പോ ഈ സുവർണ കാലഘട്ടം എത്ര കാലം നീണ്ടുനിൽക്കും? അതാണ് റീകോൺക്വസ്റ്റ്. അതായത് പ്രദേശം തിരിച്ചുപിടിക്കാൻ ക്രിസ്ത്യൻ രാജ്യങ്ങൾ നടത്തിയ നൂറ്റാണ്ടുകൾ നീണ്ട ഒരു യുദ്ധം. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞപ്പോൾ മുസ്ലിം ഭരണം പതിയെ പതിയെ ചെറുതായി വന്നു. അങ്ങനെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വർഷത്തിലേക്ക് എത്തുകയാണ്. ഒരു യുഗത്തിന്റെ അവസാനമായിരുന്നു അത്. 1492-ൽ അവസാനത്തെ മുസ്ലിം ഭരണകേന്ദ്രമായ ഗ്രനാഡയും വീണു. അതോടെ ഏകദേശം 800 വർഷത്തെ ആ ഭരണം അവസാനിച്ചു. ഒരു കാര്യം നമ്മൾ ഓർക്കണം: ഭരണം അവസാനിച്ചെങ്കിലും അതിന്റെ സ്വാധീനം അവിടെ തന്നെ തുടർന്നു. ഇന്നും സ്പെയിനിലുടനീളം ഈ ചരിത്രത്തിന്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാം. ശരിക്കും അതുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്. ഇത് കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, അല്ലേ? നമ്മുടെ കൺമുന്നിൽ മറഞ്ഞിരിക്കുന്ന വേറെ എന്തൊക്കെ ചരിത്രങ്ങളുണ്ടാകും?